നമ്മൾ തേർഡ് ചാപ്റ്റർ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് പഠിക്കുന്നത്. ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ടീച്ചർ നമ്മൾ C++ പ്രോഗ്രാമിംഗ് ആണ് ഇപ്പോൾ പഠിച്ചു വന്നിരുന്നത്. ലാസ്റ്റ് ഇയർ നമ്മൾ ഒരു C++ പ്രോഗ്രാമിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം ഈ വർഷം അറേസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അറേസിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായത്, ഒരുപോലത്തെ ഒന്നിൽ കൂടുതൽ ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് ആയിരുന്നു അറേസ് എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രാമിങ്ങിൻ്റെ ഫോളോ അപ്പിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഫങ്ഷൻസിനെ കുറിച്ചിട്ട്. ഫങ്ഷൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമുക്കെപ്പോഴും സ്മോൾ പ്രോഗ്രാംസ് മാത്രമല്ല ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. ചില സന്ദർഭങ്ങളിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ബിഗ് പ്രോഗ്രാംസുകൾ എഴുതേണ്ടി വരും. നമ്മളിപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ മാക്സിമം 10-12 വരെയുള്ള പ്രോഗ്രാമുകൾ മാത്രമേ നമ്മൾ എഴുതിയിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് അതുകൊണ്ട് ഒതുങ്ങില്ല. നമുക്ക് വലിയ വലിയ ആവശ്യങ്ങൾ വേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സുകളിലേക്ക് ഇനി പോകേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടി വരുമ്പോഴോ ഒക്കെ നമുക്ക് കൂടുതൽ ലൈൻസ് ഉള്ള പ്രോഗ്രാമുകൾ എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് C++ൽ ഒരു പർട്ടിക്കുലർ അപ്രോച്ച് ഉണ്ട്. ആ അപ്രോച്ചിനെയാണ് നമ്മളിനി പറയാൻ പോകുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോഗ്രാംസിനെ സ്മോൾ പ്രോഗ്രാംസ് ആയിട്ട് അല്ലെങ്കിൽ സ്മോൾ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത് ഈ വലിയ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ടീച്ചർ പറഞ്ഞുതരാം. അതിന് മുമ്പ് ടീച്ചർ ഒരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. ചില സന്ദർഭങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂൾ സോഫ്റ്റ്വെയർ, ആ എക്സാമ്പിൾ പറഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ ആദ്യം എക്സാമ്പിളിൽ കൂടി കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഒരു സ്കൂൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നൊരു സന്ദർഭം. സ്കൂൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിൽ ഒരു ചെറിയൊരു കാര്യം മാത്രമല്ല, അതായത് അവിടെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ട്. അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കും, സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റ് ഉണ്ടാവും, അക്കൗണ്ട് സെക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ മാർക്കിൻ്റെ ഇവാലുവേഷൻ, അങ്ങനെ പല സെക്ഷനും കൂടി ചേർന്നതാണ് ഒരു സ്കൂൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്കൂൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എഴുതാൻ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമുക്കറിയാം, നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ലൈൻസ് വരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അത്. ഇനി ആ ഒരുപാട് ലൈൻസ് വരുന്ന പ്രോഗ്രാം എല്ലാതും നമ്മൾ ഇൻഡിമെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ താഴെയാണ് എഴുതുന്നതെങ്കിൽ ഒരുപാട് കോംപ്ലക്സിറ്റി ആയിരിക്കും. നമുക്കറിയാം C++ലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് ഇൻഡിമെയിൻ എന്ന് പറയുന്നത്. ഇനി ഇൻഡിമെയിൻ എഴുതി കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിമെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഇൻഡിമെയിൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സുകൾ മുഴുവൻ എഴുതാറുള്ളത്. അത് കഴിഞ്ഞിട്ട് കേളി ബ്രേസസ് ക്ലോസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് ഈ 1000 വരെയുള്ള പ്രോഗ്രാം ഒരു ഇൻഡിമെയിൻ്റെ താഴെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാം, ഒരുപാട് കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും നമുക്ക് ആ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് നമ്മളൊരു പുതിയ അപ്രോച്ചിലേക്ക് വന്നത്. ആ അപ്രോച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി ദ പ്രോസസ് ബ്രേക്കിംഗ് ഓഫ് ലാർജ് പ്രോഗ്രാംസ് ഇൻറ്റു സ്മോൾ സബ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ നമ്മൾ മോഡുലറൈസേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് മനസ്സിലായി, മോഡുലറൈസേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പല മെത്തേഡിലാണ് മോഡുലറൈസേഷൻ അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. C++ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ മോഡുലറൈസേഷൻ അറ്റൈൻ ചെയ്യുന്നത് ഫങ്ഷൻസുകൾ ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ഇനിയൊരു ഫങ്ഷൻ എന്നാണ് പറയുന്നത്? ഫങ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആകെ ഇതുവരെയ്ക്കും പഠിച്ചിട്ടുള്ള ഫങ്ഷനാണ് ഇൻഡിമെയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ. അതാണ് C++ലെ കമ്പൽസറി ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻ. അതുകൂടാതെ നമുക്ക് ഒരുപാട് ഫങ്ഷൻസുകൾ നമുക്ക് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കാം. ഇനി അതിൽ റെഡി ടു യൂസ് ആയിട്ട് കുറേ ഫങ്ഷൻസുകളുണ്ട്.
ആ റെഡി ടു യൂസ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ ഡെവലപ്പർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി ആളെന്ത് ചെയ്തിട്ടുണ്ടാവും, ചില പ്രോഗ്രാമുകൾ എഴുതി കമ്പൈൽ ചെയ്ത് ഡീബഗ് ചെയ്ത് വെച്ചിട്ടുള്ള ചില പ്രോഗ്രാംസ് അല്ലെങ്കിൽ ചില ഫങ്ഷൻസുകളുണ്ട്. അത് നമുക്ക് C++ൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഫങ്ഷൻസുകളെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ഏത് ഹെഡർ ഫയലിലാണ് വരുന്നത് എന്ന് നോക്കി ആ ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസുകൾ ഉണ്ട്. ഇനി അതല്ലാതെ നമുക്ക് C++ പ്രോഗ്രാമിൽ നമുക്ക് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസുകളും ഉണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ഫങ്ഷൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ചും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസുകളെ കുറിച്ചിട്ടും. പ്രീ ഡിഫൈൻഡ് ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, മുമ്പേ ആരോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസ്. ഇനി യൂസർ ഡിഫൈൻഡ് അതിൻ്റെ അർത്ഥം എന്താണ്, യൂസർക്ക് പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഫങ്ഷൻസുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനാണ് ഈ ഫങ്ഷൻസിനെ C++ൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. C++ൽ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ആണ് ടീച്ചർ ആദ്യമേ പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, മോഡുലറൈസേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഫങ്ഷൻസിനെ കൊണ്ടുവന്നത്. എന്താണ് മോഡുലറൈസേഷൻ എന്ന് ടീച്ചർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് കണ്ടതുകൊണ്ടാണ് നമ്മൾ C++ൽ എന്ത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയത്, മോഡുലാർ പ്രോഗ്രാമിംഗ് സ്റ്റൈല് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് നമ്മൾ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് സ്റ്റൈലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റൊരു ഫംഗ്ഷനേ ഉണ്ടായിരിക്കുള്ളൂ, ഇൻഡ് മെയിൻ എന്ന് പറയുന്നത്. ഇൻഡ് മെയിൻ്റെ താഴെ നമ്മൾ എല്ലാ പ്രോഗ്രാം ലൈൻസും എഴുതി ഇൻഡ് മെയിൻ ക്ലോസ് ചെയ്യും. അത്രയേ ഉള്ളൂ ഇതിന് മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാമിംഗ് സ്റ്റൈൽ. മോഡുലാർ പ്രോഗ്രാമിംഗ് തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വലിയ പ്രോഗ്രാമിനെ നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കി അഡോപ്റ്റ് ചെയ്ത മെത്തേഡ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, മോഡുലറൈസേഷൻ എന്ന അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി 4 അഡ്വാൻറ്റേജസ് ആണ് ടീച്ചർ മോഡുലാർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയാൻ പോകുന്നത്. 4 അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം. അതായത് മോഡുലറൈസേഷൻ വന്നതുകൊണ്ട്, മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഫങ്ഷൻസ് വന്നതുകൊണ്ട് എന്നാണ്. ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇത്രയും ആലോചിക്കുക, വലിയ പ്രോഗ്രാമിനെ ചെറിയ കഷ്ണങ്ങളാക്കുന്ന രീതിയാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുന്നതിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അത് വന്നതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ്, അതിൽ ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് പ്രോഗ്രാമിൻ്റെ സൈസ് കുറഞ്ഞു എന്നുള്ളത്. കാരണം പ്രോഗ്രാമിൻ്റെ സൈസ് കുറഞ്ഞു എന്ന് പറയുന്നത് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒറ്റൊരു ഫംഗ്ഷൻ്റെ താഴെ 1000 ലൈൻസ് എഴുതുമ്പോൾ പ്രോഗ്രാമിൻ്റെ വലിപ്പം തന്നെ കൂടും. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പ്രോഗ്രാമിനെ 10 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ ആ 10 കഷ്ണത്തിൽ ഒരു കഷ്ണം ചിലപ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ആ വരികൾ, ആ ഫംഗ്ഷൻ്റെ അടിയിൽ വരുന്ന വരികൾ പിന്നീട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടി വരില്ല. ആ പേര് മാത്രം ഉപയോഗിച്ചാൽ മതി, ഫംഗ്ഷൻ്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ മതി. അതൊക്കെ നമുക്ക് ഇനി ഇവിടെ കാണാം, ലാസ്റ്റ് കാണാം. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ മോഡുലറൈസേഷൻ വന്നതുകൊണ്ട് പ്രോഗ്രാമിൻ്റെ സൈസ് കുറഞ്ഞു. അതാണ് ഏറ്റവും ആദ്യത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ പറയുന്നുണ്ട്, ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി, അതായത് x⁵5 + y⁻7 ഡിവൈഡഡ് ബൈ √(x + √y) എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ അതിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് നമുക്ക് x⁵5 കണ്ടുപിടിക്കണം. x⁵5 കണ്ടുപിടിക്കുന്നതിന് തന്നെ കുറേ പ്രോഗ്രാമിംഗ് ലൈൻസ് എഴുതണം. പിന്നീട് y⁵5 കണ്ടുപിടിക്കണം.
പിന്നെ എന്ത് ചെയ്യണം, x⁵5 പ്ലസും y⁵7 ആഡ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, സ്ക്വയർ റൂട്ട് ഓഫ് വൈ കണ്ടുപിടിക്കണം, അത് ആഡ് ചെയ്യണം, രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിലത്തെ ഓരോ പെർട്ടിക്കുലർ ഉപയോഗങ്ങൾ, ഇപ്പോൾ x⁵5 കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സ്പെസിഫിക് ടാസ്കിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ സൈസ് കുറയണം. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട ഒറ്റ ഒരു കാര്യം, അഡ്വാൻറ്റേജിൽ വരുന്ന ആദ്യത്തെ അഡ്വാൻറ്റേജാണ് എന്ത്, മോഡുലറൈസേഷൻ വന്നതുകൊണ്ട് സൈസ് കുറഞ്ഞു. ഇനി രണ്ടാമത്തത് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ് എന്നാണ് പറയുന്നത്. അതായത് ഈ വലിയ പ്രോഗ്രാമിന് 1000 ലൈനുള്ള പ്രോഗ്രാമിന് നമ്മൾ ഒറ്റ ഇൻറ്റിമേൻ്റെ താഴെ നോക്കുമ്പോൾ എററുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ പീസാക്കി ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, എററുകൾ വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമ്മൾ ഓരോ കഷ്ണമാണ് പ്രോഗ്രാം ചെയ്ത് എഴുതി പിന്നെ അടുത്ത കഷ്ണം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഓരോ പീസുകളിലുള്ള എറേഴ്സുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇതെന്ന് പറയുന്നത്, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. ഇനി മൂന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ കഴിയുന്നു മോഡുലാർ പ്രോഗ്രാമിംഗ് വഴി. അതുപോലെ തന്നെ നാലാമത്തെയാണ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്കൂൾ സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് കാൽക്കുലേഷൻ പാർട്ടിൽ ഒരു ഫംഗ്ഷൻ ചെയ്തു എന്ന് വിചാരിക്കാം. അത് നമുക്ക് പിന്നീട് ആ സോഫ്റ്റ്വെയറിൽ തന്നെ എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ മതി. ആ മുഴുവൻ പ്രോഗ്രാം ലൈൻസ് ഒരിക്കലും എഴുതേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളിവിടെ സമ്മറി ആയിട്ട് ആലോചിക്കുക, 4 അഡ്വാൻറ്റേജസ് ഫോർ ദി മോഡുലാർ പ്രോഗ്രാമിംഗ്. അതുകൊണ്ടാണ് നമ്മൾ C++ൽ ഈ 4 അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ് C++ൽ നമ്മൾ എന്ത് ചെയ്തത്, മോഡുലാർ പ്രോഗ്രാമിംഗ് ഫോളോ ചെയ്തു വന്നത്. വാട്ട് ആർ ദ 4 അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ ഇസ് ദി സൈസ് ഓഫ് ദ പ്രോഗ്രാം റെഡ്യൂസ് ചെയ്തു. സെക്കൻഡ് വൺ ലെസ് ചാൻസ് ഓഫ് എറർ അക്കറൻസ്. തേർഡ് വൺ പ്രോഗ്രാമിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ചു. ഫോർത്ത് വൺ ഇറ്റ് ഇംപ്രൂവ്സ് ദി റീയൂസബിലിറ്റി. ഇനി ഏതൊരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു അപ്രോച്ച് ആയാലും അതിന് ചില ഡിസഡ്വാൻറ്റേജസുകളും കാണാം. മോഡുലാർ പ്രോഗ്രാമിങ്ങിനും ചില ഡീമെറിറ്റ്സുകളുണ്ട്. അതായത് ഈ വലിയ കോംപ്ലക്സ് പ്രോബ്ലമിനെ ചെറിയ ഡീമെറിറ്റുകളുള്ളൂ. വലിയ കോംപ്ലക്സ് പ്രോബ്ലംസിനെ ബ്രേക്ക് ചെയ്തിട്ട് സബ് പ്രോഗ്രാംസ് ആക്കുമ്പോൾ നമുക്കതൊരു ചലഞ്ചിങ് ടാസ്ക്കാണ്, വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, ആ ബ്രേക്കിംഗ് അപ്പ് ചെയ്യുന്നത് അറ്റ്മോസ്റ്റ് കെയറോട് കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഫങ്ഷൻസ് ഇൻ C++നെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. C++ലെ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട്, റിയൽ ലൈഫിൽ കാണുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ടാണത് പറയുന്നത്. നമ്മളൊരു കോഫി ഉണ്ടാക്കാൻ പോവാണ്. കോഫി ഉണ്ടാക്കുന്നത് ഒരു പെർട്ടിക്കുലർ മെഷീൻ യൂസ് ചെയ്തിട്ടാണ്, അതായത് നമ്മുടെ കോഫി മേക്കിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ കോഫി മേക്കിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കോഫി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കുറേ ഇൻപുട്ടുകൾ ഇട്ട് കൊടുക്കണം. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, വെള്ളം, പാല്, പഞ്ചസാര, ടീ പൗഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻപുട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കോഫി മേക്ക് മെഷീനിൽ മേക്ക് കോഫി എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓൾറെഡി കുറേ പ്രീഡിഫൈൻഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെഷീനിൽ എന്താണ്, ഇത്ര ഗ്രാം ചായപ്പൊടി എടുക്കണം, ഇത്ര ഗ്രാം ഷുഗർ എടുക്കണം, ഇത്ര ml വാട്ടർ എടുക്കണം, ഇത്ര ml മിൽക്ക് ആ മെഷീനിലത്തെ ഇൻപുട്ടിൽ നിന്ന് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിംഗ് ആണ് മേക്ക് എ കോഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, ഒരു കപ്പ് യൂസ് ചെയ്ത് ഒരു കപ്പിലാണ് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, മേക്ക് എ കോഫി എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ സ്വീകരിക്കുന്നത്, ഈ കോഫി സ്വീകരിക്കുന്നത് ഏതിലാണ്, ഒരു കപ്പിലാണ്. അപ്പോൾ നമ്മളതൊരു ചെറിയൊരു ഇക്വേഷനായിട്ട് ടീച്ചർ പറയാം. കപ്പ് ഈക്വൽ ടു മേക്ക് കോഫി ബ്രാക്കറ്റിൽ എന്തൊക്കെ ഇടാം, വാട്ടർ കോമ മിൽക്ക് കോമ ടീ പൗഡർ കോമ ഷുഗർ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അതായത്
ഈ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടുകളാണ് ടീച്ചർ ഈ ബ്രാക്കറ്റിലിട്ടത്. നമ്മൾ ഇത് ഫൈനൽ ഔട്ട്പുട്ട് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഒരു കപ്പിലാണ്. കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിലോ ടംബ്ലറിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അത് സ്വീകരിക്കാം. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മേക്കിംഗ് എ കോഫി എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് അതായത് ഈ മേക്ക് കോഫി എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് C++ലെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാവുന്നത്. അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നെയ്മഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. നെയ്മഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നെയ്മഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ആ ഒരു കൂട്ടം വരികൾക്ക് ഒരു പേര് കൊടുത്തിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ. അതായത് ഇവിടെ ഒരു കൂട്ടം വരികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 10 ലൈൻസ് പ്രോഗ്രാമാണെന്ന് വിചാരിക്കാം. ആ 10 ലൈൻസ് പ്രോഗ്രാമിന് നമ്മൾ ഒരു പേര് കൊടുത്തു വയ്ക്കുക. അതാണ് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത്. ഇനി ചെയ്യുന്ന പ്രവൃത്തികൾ ആ ഇൻസ്ട്രക്ഷൻസിനെ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മേക്ക് കോഫി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രോസസ്സാണ്. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മേക്ക് കോഫി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ടീച്ചർ പറയുന്നത്. ഇറ്റ് ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സീക്വൻസ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൂട്ടം വരികൾക്ക് പേര് കൊടുത്ത് സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻസ് C++ലെ 2 ടൈപ്പ് ഫംഗ്ഷൻസുകളാണ് നമുക്ക് പറയുന്നത്. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസും അതുപോലെ രണ്ടാമത് വരുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും. എന്താണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതായത് C++ പ്രോഗ്രാമിൽ ഡെവലപ്പ് ചെയ്ത വ്യക്തി കുറച്ച് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കുറേ ഫങ്ഷൻസ് മുമ്പേ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചില ഹെഡർ ഫയൽസുകളിൽ വെച്ചിട്ടുണ്ട്. ആ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രോഗ്രാമിൽ എന്ത് ചെയ്താൽ മതി? ആ ഹെഡർ ഫയൽസുകൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസുകൾ പഠിക്കുന്നു. ആ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഏത് ഹെഡർ ഫയലിലാണ് വരുന്നതെന്നും ഓരോ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിൻ്റെ ഉപയോഗവും എന്താണെന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇനി അതല്ലാതെ നമുക്ക് C++ പ്രോഗ്രാമിങ്ങിൽ യൂസർക്ക് പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചില ഫങ്ഷൻസുകൾ എഴുതേണ്ടി വരും. ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടാസ്ക് അങ്ങനെ വരുന്ന ഫങ്ഷൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അങ്ങനെ വരുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം ഫങ്ഷൻസുകൾ നമുക്ക് C++ ഉപയോഗിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മുടെ C++ പ്രോഗ്രാമിൽ നമുക്ക് പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ചില ഫങ്ഷൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാതെ ഇത് രണ്ടും അല്ലാതെ നമുക്കൊരു കമ്പൽസറി ഫങ്ഷനും ഉണ്ട് നമ്മുടെ C++ പ്രോഗ്രാമിൽ. എല്ലാ പ്രോഗ്രാമിലും ആ കമ്പൽസറി ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കണം. ആ ഫങ്ഷൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റ് ഫങ്ഷൻസുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഏത് ഫങ്ഷൻ ഉപയോഗിച്ചിരിക്കണം? മെയിൻ ഫങ്ഷൻ ഉപയോഗിച്ചിരിക്കണം. മറ്റെല്ലാ ഫങ്ഷൻസുകളും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ വിളിച്ചാൽ മാത്രമേ ആ ഫങ്ഷൻസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ C++ലെ കമ്പൽസറി ആയിട്ടുള്ള മെയിൻ ഫങ്ഷനും അതല്ലാതെ നമുക്ക് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസുകളും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസുകളും പഠിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഇനി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും പിന്നെ അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷനാണ് ടീച്ചർ തന്നത്. എന്തിനെ കുറിച്ചിട്ട്? ഫങ്ഷൻസിനെ കുറിച്ചിട്ട്. ഈ ഫങ്ഷൻസുകൾ
എന്തിനാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം. മോഡുലറൈസേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി. മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലക്സ് പ്രോബ്ലംസിനെ സ്മോൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.